ബിഗ് ബോസ് വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനം ആദ്യം മുതൽക്കേ നേടുന്ന വ്യക്തികളിൽ ഒരാളാണ് അനീഷ്. എന്നാൽ ബിഗ് ബോസിന് പുറത്ത്, അതായത് സോഷ്യൽ മീഡിയയിൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ ഫാൻസാണ് ഉള്ളത്. കാരണം ഒരു PR വർക്കില്ലാതെ താൻ ബിഗ് ബോസിനകത്തേക്ക് വന്നതെന്നാണ് ഈയിടയ്ക്ക് അനീഷ് പറഞ്ഞത്. അതായത് PR എന്തെന്ന് പോലും എനിക്കറിയില്ല എന്ന് അനീഷ് പറഞ്ഞതിനോട് യോജിക്കേണ്ടി വരും. കാരണം അത്രത്തോളം പോപ്പുലർ അല്ലാത്ത ഒരു കോമണറായിട്ടാണ് നമ്മുടെ ബിഗ് ബോസിലേക്ക് അനീഷ് വന്നത്. എന്നാൽ ഒരു ഇൻസ്റ്റാ പ്രൊഫൈൽ പോലും ഇല്ലാത്ത അനീഷിനെ കുറിച്ചിട്ട് പ്രൊഫൈൽ, അതായത് FBയിൽ വന്ന ഒരു കുറിപ്പാണ് വൈറലായിരിക്കുന്നത്. കുറിപ്പ് ഇങ്ങനെ: സ്വന്തം ഇൻസ്റ്റാ പ്രൊഫൈൽ പോലും ആരെയും ഏൽപ്പിക്കാതെയാണ് ഈ കർഷകൻ്റെ ബിഗ് ബോസിലേക്കുള്ള വരവ്. ഇദ്ദേഹത്തിൻ്റെ FB അക്കൗണ്ട് ഉണ്ടോ എന്ന് പോലും സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ആകെയുള്ളത് അധികം പോപ്പുലർ അല്ലാത്ത അനീഷ് സാമ്പിൾസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു. അതിലാകട്ടെ അദ്ദേഹത്തിൻ്റെ നെൽപ്പാടങ്ങളെക്കുറിച്ച്, ഞാർ നടുന്നതിനെക്കുറിച്ച്, പാടത്ത് കൃഷി ഇറക്കുന്നതിനെക്കുറിച്ചുമൊക്കെ വീഡിയോകളാണ് കൂടുതലും. പിന്നെ അദ്ദേഹം തന്നെ എഴുതിയ നേരത്തെ തുഴഞ്ഞു എന്ന പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ മാത്രം. ഇയാൾക്ക് ഒടുക്കത്തെ PR ആണെന്ന് പറഞ്ഞ് രോധിക്കുന്നവർ അറിയാനാണ് ഇത് പറഞ്ഞത്. നീണ്ട 60-ന് മുകളിൽ ദിവസങ്ങളായിട്ട് ഇതുവരെ കളവ് പറയാതെ നേരെ വാ നേരെ പോ എന്ന ലൈനിൽ സത്യസന്ധയിൽ മാത്രം അയാൾ ഉണ്ടാക്കിയെടുത്ത കുറച്ച് PRകൾ മാത്രമേ അയാൾക്കുള്ളൂ. ആ PR അയാളെ മനസ്സിലാക്കിയ, അയാളുടെ ജെനുവിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പ്രേക്ഷകരാണ്. എത്രയൊക്കെ ചിലർ ഈ മനുഷ്യനെ നെഗറ്റീവ് അടിച്ചാലും ഇയാൾ തോൽക്കില്ല എന്നാണ് ഈ ഒരു കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളതെന്ന് തോന്നുന്നു. കാരണം PR ഞാൻ ചെയ്തിട്ടില്ല എന്നും നെൽപ്പാടങ്ങളൊക്കെ വിറ്റിട്ട് ഞാൻ PRന് പോയി എന്ന് ആദില പറഞ്ഞപ്പോൾ അത് സങ്കടത്തോടെ ബിഗ് ബോസിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞ വ്യക്തിയാണ് അനീഷ്. ഇതുപോലെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാൻ മറക്കല്ലേ.